എല്ലാവർക്കും ഹായ്. ഈ വീഡിയോ സെഷനിൽ നമുക്ക് സോൾഡറിംഗ് ചർച്ച ചെയ്യാം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കണ്ടക്ടറുകൾക്കിടയിലും ഘടകങ്ങൾക്കിടയിലും സോൾഡറിംഗ് ചെയ്യാൻ കഴിയും. എന്താണ് സോൾഡറിംഗ്? സോൾഡറിംഗ് എന്നത് കണ്ടക്ടറുകൾക്കിടയിലും ഘടകങ്ങൾക്കിടയിലും സ്ഥിരമായ ബന്ധം സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചൂടാക്കൽ സാങ്കേതികവിദ്യയാണ്. വലിയ ഇരുമ്പ് ദണ്ഡുകൾക്കിടയിൽ സ്ഥിരമായ ബന്ധം സ്ഥാപിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ വെൽഡിംഗ് തിരഞ്ഞെടുക്കും. ചെറിയ കണ്ടക്ടറുകൾക്കും ഇലക്ട്രോണിക് ഘടകങ്ങൾക്കും തമ്മിൽ സ്ഥിരമായ കണക്ഷനുകൾ ഉണ്ടാക്കുന്നതിനും സോൾഡറിംഗ് തിരഞ്ഞെടുക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, സോൾഡർ എന്ന സംയുക്തം ഉരുക്കി രണ്ടോ അതിലധികമോ കണ്ടക്ടറുകൾ അല്ലെങ്കിൽ ലോഹങ്ങൾ ചേരുന്ന പ്രക്രിയയാണ് സോൾഡറിംഗ്. സോൾഡറിംഗ് എവിടെ ഉപയോഗിക്കുന്നു? ഇന്ന് ഇലക്ട്രോണിക്സ് എല്ലായിടത്തും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. വീട്ടുപകരണങ്ങൾ, വ്യവസായങ്ങൾ, വാഹനങ്ങൾ എന്നിവ പോലെ ആ ഇലക്ട്രോണിക് ഘടകങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഉണ്ടാക്കാൻ സോൾഡറിംഗ് ഉപയോഗിക്കുന്നു. സോൾഡറിംഗിന് എന്ത് ഉപകരണങ്ങളും വസ്തുക്കളും ആവശ്യമാണ്? അത് ഇതൊക്കെയാണ്: സോൾഡറിംഗ് സ്റ്റേഷൻ, സോൾഡറിംഗ് ഇരുമ്പുകൾ, സോൾഡറിംഗ് ഫ്ലക്സ്. നമുക്ക് അവ ഓരോന്നായി ചർച്ച ചെയ്യാം. സോൾഡറിംഗ് സ്റ്റേഷൻ. ഒരു സോൾഡറിംഗ് സ്റ്റേഷൻ എന്നത് ഇലക്ട്രോണിക് ഘടകങ്ങൾ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആവശ്യകതകൾക്കനുസരിച്ച് താപനില നിയന്ത്രിക്കുന്നു എന്നതാണ്. വ്യത്യസ്ത ലോഹങ്ങൾക്ക് സോൾഡറിംഗിനായി വ്യത്യസ്ത താപനിലകൾ ആവശ്യമായി വന്നേക്കാം. അതിനാൽ ഒരു സോൾഡറിംഗ് സ്റ്റേഷന്റെ സഹായത്തോടെ നമുക്ക് ആവശ്യമായ താപനില സജ്ജമാക്കാൻ കഴിയും. സോൾഡറിംഗ് ഇരുമ്പ്. സോൾഡറിംഗിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്ത വോൾട്ടേജുകളിൽ ലഭ്യമായ ഒരു കൈ ഉപകരണമാണ് സോൾഡറിംഗ് ഇരുമ്പ്. സോൾഡറിംഗിന് ഉരുകാൻ ഇത് ചൂട് നൽകുന്നു. അതുവഴി രണ്ട് വർക്ക് പീസുകൾക്കിടയിലുള്ള ജോയിന്റിലേക്ക് അത് ഒഴുകും. ചൂടാക്കിയ ലോഹത്തിന്റെ അറ്റവും ഇൻസുലേറ്റ് ചെയ്ത ഹാൻഡും ചേർന്നതാണ് ഒരു സോൾഡറിംഗ് ഇരുമ്പ്. പ്രതിരോധശേഷിയുള്ള രൂപീകരണ ഘടകത്തിലൂടെ വൈദ്യുത പ്രവാഹം കടത്തിക്കൊണ്ടാണ് ചൂടാക്കൽ പലപ്പോഴും ഇലക്ട്രിക്കലി കൈവരിക്കുന്നത്. സോൾഡർ. സോൾഡർ ഒരു ലോഹ അലോയാണ്. സാധാരണയായി സോളിഡിംഗ് ഇരുമ്പ് ഉപയോഗിച്ച് ഉരുക്കുന്ന ടിൻ, ലെഡ് എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഇത്. സോൾഡർ എന്നത് രണ്ട് മെറ്റീരിയലുകൾ ഉരുകുകയും ചേരുകയും ചെയ്യുന്ന ഫില്ലർ മെറ്റീരിയലാണ്. ചേരുന്ന വസ്തുക്കളെക്കാൾ കുറഞ്ഞ ദ്രവണാങ്കം ഉണ്ടായിരിക്കണം എന്നതാണ് പ്രധാന നിയമം. അപ്പോൾ മാത്രമേ സോൾഡർ ആദ്യം ഉരുകുകയും വസ്തുക്കൾ ബന്ധിപ്പിക്കുകയും ചെയ്യാൻ കഴിയൂ. നിങ്ങൾ സോൾഡറിംഗ് ചെയ്യുന്ന മെറ്റീരിയലുകളെ അടിസ്ഥാനമാക്കി കുറഞ്ഞ ദ്രവണാങ്കമുള്ള സോൾഡർ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ചിലപ്പോൾ സോൾഡിംഗ് ലെഡ് 60/40 ആരംഭിക്കുന്നു. അതായത് ഈയത്തിൽ 60% ലെഡും 40% ടിന്നും അടങ്ങിയിരിക്കുന്നു. സോൾഡറിംഗ് ഫ്ലക്സ് അല്ലെങ്കിൽ പേസ്റ്റ്. സോൾഡർ ഫ്ലക്സ് എന്നത് ഒരു കെമിക്കൽ ഏജന്റ് ആണ്. യോജിച്ചിരിക്കുന്ന ലോഹങ്ങളുടെ ഉപരിതലം വൃത്തിയാക്കാൻ ഇതുപയോഗിക്കുന്നു. ഫ്ലക്സ് ഉപയോഗത്തെ നിങ്ങൾക്ക് സോൾഡർ ചെയ്യാം. പക്ഷേ സന്ധികൾ ശക്തമാകണമെന്നില്ല. എളുപ്പത്തിൽ തകർക്കാനും കഴിയും. ഫ്ലക്സ് ലോഹപ്രതലങ്ങളിൽ രൂപം കൊള്ളുന്ന ഓക്സൈഡുകളെ നീക്കം ചെയ്യുകയും കൂടുതൽ ഓക്സീകരണം തടയുകയും ചെയ്യുന്നു. ഇത് സോൾഡറിംഗ് സന്ധികളെ ശക്തിപ്പെടുത്തുന്നു. കണ്ടക്ടറുകൾക്കിടയിൽ സോൾഡറിംഗ് പരിശീലിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാം. ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ വർക്ക് ബെഞ്ചിൽ സോൾഡറിംഗ് ആവശ്യമായ എല്ലാ വസ്തുക്കളും കൂട്ടിച്ചേർക്കുക. ഏതെങ്കിലും സോൾഡറിംഗ് ചെയ്യുന്നതിന് മുൻപ് സോൾഡറിംഗ് സെഷൻ ഓണാക്കി ശരിയായ താപനിലയിലേക്ക് ചൂടാക്കേണ്ടതുണ്ട്. സോൾഡറിംഗ് സ്റ്റേഷൻ ഓണാക്കി ശരിയായ താപനിലയിലേക്ക് ചൂടാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സോൾഡറിംഗ് ഇരുമ്പിന് താപനില നിയന്ത്രണമുണ്ടെങ്കിൽ അത് 300 മുതൽ 350 ഡിഗ്രി വരെ സജ്ജീകരിച്ച് ആരംഭിക്കുക. സോൾഡറിംഗ് ജോലികളിൽ ഭൂരിഭാഗവും ഇതിന് അനുയോജ്യമായതിനേക്കാൾ കൂടുതലായിരിക്കണം. നിങ്ങളുടെ സോൾഡറിംഗ് ഇരുമ്പ് താപനില ക്രമീകരിക്കാവുന്ന തരമല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് മുൻപ് ഏകദേശം 5 മിനിറ്റ് ചൂടാക്കാൻ അനുവദിക്കുക. സോൾഡറിംഗ് ഇരുമ്പിന്റെ ഇൻസുലേറ്റഡ് ഹാൻഡിൽ എപ്പോഴും ഉപയോഗിക്കുക. നിങ്ങൾ ഒരു കരണ്ടി പിടിക്കുന്നത് പോലെ സോൾഡറിംഗ് ഇരുമ്പ് പിടിക്കണം. നിങ്ങൾ ഒരുമിച്ച് സോൾഡർ ചെയ്യുന്ന ഒരു ചതുരശ്ര മീറ്റർ വ്യാസമുള്ള 2 മൾട്ടി സ്ട്രാൻഡ് കോപ്പർ വയറുകൾ എടുക്കുക. നിങ്ങൾ ഒരുമിച്ച് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന വയറുകളുടെ രണ്ടറ്റത്തുമുള്ള ഇൻസുലേഷൻ ഭാഗം നീക്കം ചെയ്യുക. 2 വയറുകളുടെയും തുറന്ന ലോഹം ഒരുമിച്ച് വളച്ചൊടിക്കുക. കണ്ടക്ടറുകളുടെ വളച്ചൊടിച്ച ഭാഗത്തേക്ക് സോൾഡറിംഗ് ഫ്ലക്സ് പതുക്കെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ വളച്ചൊടിച്ച ഭാഗം സോൾഡറിംഗ് ഫ്ലക്സിൽ മുക്കുക. ഒരു കൈകൊണ്ട് സോൾഡർ അറ്റത്ത് പിടിക്കുക. മറ്റേ കൈകൊണ്ട് സോൾഡറിംഗ് ഇരുമ്പ് പിടിക്കുക. വയർ ജോയിന്റിൽ സോൾഡറിംഗ് ഇരുമ്പ് വയ്ക്കുക. അങ്ങനെ അത് ചൂടാക്കുക. സോൾഡർ ഉരുകുകയും അത് സംയോജിക്കുകയും ചെയ്യുന്നതുവരെ വയറിലേക്ക് തള്ളുക. അവ സംയോജിപ്പിച്ചതായി തോന്നുമ്പോൾ സോൾഡറും ഇരുമ്പും നീക്കം ചെയ്യുക. സോൾഡർ ലെഡ് കണക്ഷന്റെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്നുവെന്ന് ദൃശ്യപരമായി ഉറപ്പാക്കുക. ഇലക്ട്രോണിക് ഘടകങ്ങൾ ഉപയോഗിച്ച് സോൾഡറിംഗ് എങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം.
എല്ലാ ഇലക്ട്രോണിക് ഘടകങ്ങളും, അതായത് ഡയോഡ്സ്, ട്രാൻസിസ്റ്ററുകൾ, LED-കൾ, ICS എന്നിവയെല്ലാം ചെറുതാണ്. കൂടാതെ ഇതിന് നേർത്ത ടെർമിനലുകളും അല്ലെങ്കിൽ ലീഡ്സ് ഉണ്ട്. മാത്രമല്ല ഇത് വളരെ സെൻസിറ്റീവുമാണ്. ചൂട് കൂടുന്നത് കമ്പോണൻസിന് കേടുപാടുകൾ വരുത്തിയേക്കാം. സാധാരണയായി എല്ലാ ഘടകങ്ങളിലും ഉപകരണങ്ങൾ തിരുകാൻ ദ്വാരങ്ങളോടുകൂടിയുള്ള ഒരു ഫ്ലാറ്റ് ബോർഡിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഇത് പ്രിന്റ് സർക്യൂട്ട് ബോർഡ് അല്ലെങ്കിൽ പൊതു ഉദ്ദേശ്യ ബോർഡ് എന്നറിയപ്പെടുന്നു. സർക്യൂട്ട് വിശകലനം ചെയ്യുക. എല്ലാ ഇലക്ട്രോണിക് ഘടകങ്ങളും ശരിയായ സ്പെസിഫിക്കേഷനുകൾ ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുക. സോൾഡർ പാഡുകളിൽ നിന്ന് ഏതെങ്കിലും ഓക്സിഡേഷനോ ഗ്രീസോ നീക്കം ചെയ്യാൻ സർക്യൂട്ട് ബോർഡ് വൃത്തിയാക്കുക. ഉരുകിയ സോൾഡറിനെ തുരത്താനും ബീഡിങ്ങിന് കാരണമാകാനും കഴിയും. ബോർഡ് വൃത്തിയാക്കാൻ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ IPA, ചെറിയ ബ്രഷ് അല്ലെങ്കിൽ കോട്ടൺ കട്ടകൾ പോലുള്ള ഒരു ക്ലീനിംഗ് ഏജന്റ് ഉപയോഗിക്കുക. എല്ലാ കണക്ഷനുകളും തിളങ്ങണം. മുഷിഞ്ഞ നിറമാണെങ്കിൽ അതിന്റെ ഉപരിതലം സൂചിപ്പിക്കുന്നത് ലോഹം ഓക്സിഡൈസ് ചെയ്തുവെന്നാണ്. PCB സോൾഡറിംഗിന് അനുയോജ്യമായ ശരിയായ സോൾഡറിംഗ് ഇരുമ്പിന്റെ ബീച്ച് തിരഞ്ഞെടുക്കുക. കൂടാതെ 45 വാട്ടിൽ കൂടാത്ത സോൾഡറിംഗിന്റെ വോൾട്ടേജ് തിരഞ്ഞെടുക്കുക. സോൾഡറിംഗിന് ഇരുമ്പ് തയ്യാറാക്കുക. സോൾഡറിംഗ് ഇരുമ്പിനെ മുഴുവൻ താപനിലയിലേക്ക് ചൂടാക്കാൻ അനുവദിക്കണം. അത് ഓണാക്കിയതിനു ശേഷം 5 മിനിറ്റ് മതിയാകും. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനായി നനഞ്ഞ സ്പോഞ്ചിൽ ടിപ്പ് തുടയ്ക്കണം. അറ്റം ടിൻ ചെയ്തതായിരിക്കണം. അതിൽ സോൾഡറിംഗ് ഇരുമ്പിൽ നിന്ന് സോൾഡർ ചെയ്യുന്ന ഘടകത്തിലേക്കുള്ള താപ കൈമാറ്റം ഉപയോഗിച്ച് എയ്ഡിലെ മുഴുവൻ ടിപ്പിലും സോൾഡറിന്റെ മികച്ച കോട്ടിംഗ് പ്രയോഗിക്കുന്നതും ഉൾപ്പെടുന്നു. സോൾഡർ ചെയ്യേണ്ട സർക്യൂട്ട് ബോർഡിൽ ഘടകം ഇടുക. നിങ്ങൾ സോൾഡറിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് ഘടകം ശരിയായ തരവും മൂല്യവുമാണെന്ന് ഉറപ്പാക്കുക. സോൾഡറിംഗ് പാഡുകളിൽ നിന്ന് ബോർഡിന്റെ എതിർവശത്തുള്ള ദ്വാരങ്ങളിലൂടെ ഒഴുകുന്ന ലെഡ് ഉപയോഗിച്ച് ഘടകം ഭാഗികമാക്കണം. ചെറിയ കഷ്ണങ്ങളിൽ ആരംഭിച്ച് വലുതുവരെ പ്രവർത്തിക്കാൻ ശുപാർശ ചെയ്യുന്നു. ഒരു കനത്ത പ്ലേസ് ഉപയോഗിച്ച് ഒരു വശത്ത് തൂക്കി നോക്കുന്നതിനു പകരം പ്രക്രിയ ആരംഭിക്കുമ്പോൾ ബോർഡ് പരന്നതും സന്തുലിതവുമായി നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. നിങ്ങൾ ഒരു കഷ്ണം നിലനിർത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അത് ഒരു സ്ഥലത്ത് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ലീഡുകൾ വളയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെ അവ 45 ഡിഗ്രി കോണിൽ വിശ്രമിക്കുന്നു. സോൾഡറിംഗ് ഇരുമ്പിന് അനുയോജ്യമായതും കൂടെ PCB സോൾഡറിംഗിന് അനുയോജ്യമായതുമായ ബിറ്റ് തിരഞ്ഞെടുക്കുക. സോൾഡറിംഗ് ഇരുമ്പ് ഒരു പേന പോലെ പിടിച്ച് ഘടകത്തിന്റെ ലെഡിലും സോൾഡർ പാഡിലും സ്പർശിക്കുക. സോൾഡർ ഒരേപോലെ ഒഴുകുന്നതിനും ഒരു സോളിഡ് ഇലക്ട്രിക്കൽ കണക്ഷൻ ഉണ്ടാക്കുന്നതിനും രണ്ടും ഒരേ സമയം ചൂടാക്കണം. 1 മുതൽ 2 സെക്കൻഡ് വരെ സോൾഡറിംഗ് ഇരുമ്പ് പോയിന്റ് നിശ്ചലമായി സൂക്ഷിക്കുക. സോൾഡറിംഗ് ഇരുമ്പ് നിലനിർത്തിക്കൊണ്ട് സോൾഡറിനൊപ്പം ഘടക ലീഡിനും സർക്യൂട്ട് ബോർഡ് പാഡിനും ഇടയിലുള്ള ജംഗ്ഷനിൽ സ്പർശിക്കുക. ഉരുകിയ സോൾഡർ ജോയിന്റിനു ചുറ്റും തുല്യമായി ഒഴുകണം. അത് തണുത്ത സമയത്ത് തിളങ്ങുന്ന ഒരു ചെറിയ അഗ്നിപർവ്വത രൂപം ഉണ്ടാക്കണം. പാഡ് തുല്യമായി മൂടുമ്പോൾ സോൾഡറും സോൾഡറിംഗ് ഇരുമ്പും നീക്കം ചെയ്യുക. ജോയിന്റ് പരിശോധിക്കുക. ചെറിയ കണക്ഷനുകളിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു മാഗ്നിഫയിംഗ് ലെൻസ് ഉപയോഗപ്രദമാകും. സോൾഡറിംഗിന് അതിൽ ഡീവോട്ടുകളോ ദ്വാരങ്ങളോ ഉണ്ടാകരുത്. സോൾഡറിംഗ് ഇരുമ്പ് നീക്കം ചെയ്യുമ്പോൾ അധിക സോൾഡർ മുകളിലേക്ക് ഉയർന്ന് ചെറിയ ബിറ്റ്സോ സ്പൈക്കോ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ജോയിന്റ് വീണ്ടും ചൂടാക്കി അല്പം അധിക സോൾഡർ ചേർക്കുക. സർക്യൂട്ട് ബോർഡിന്റെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 1/16 ഇഞ്ച് മുകളിലുള്ള ഘടകത്തിലെ ലീഡുകൾ മുറിക്കുക. ഭാവിയിൽ ഘടകം മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ടെങ്കിൽ അത് വീണ്ടും ചൂടാക്കാനാവശ്യമായ ലീഡ് നൽകുമ്പോൾ അത് ഒരു ഭംഗിയുള്ള രൂപം നൽകുകയും ലീഡുകൾ ഒരുമിച്ച് കുറുകുന്നത് തടയുകയും ചെയ്യുന്നു. എല്ലാ ഘടകങ്ങളും ബോർഡിൽ ലയിപ്പിക്കുന്നതുവരെ നടപടിക്രമം ആവർത്തിക്കുക. ഡീസോൾഡറിംഗ് പ്രക്രിയയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഡീസോൾഡറിംഗ് എന്നത് സോൾഡറിനെ ഉരുകുകയും രണ്ട് മെറ്റീരിയലുകൾക്കിടയിൽ നിർമ്മിച്ച ജോയിന്റ്സ് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ്. ഇലക്ട്രോണിക്സിൽ ട്രബിൾ ഷൂട്ടിംഗ്, റിപ്പയർ, മാറ്റിസ്ഥാപിക്കൽ, വീണ്ടെടുക്കുക എന്നിവയ്ക്കായി PCBയിൽ നിന്ന് ഇലക്ട്രിക്കൽ ഘടകങ്ങൾ നീക്കം ചെയ്യുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. ഈ ആവശ്യത്തിനായി ഡീസോൾഡറിംഗ് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ സോൾഡറിംഗിന്റെ നേർവിപരീതമാണ് ഡീസോൾഡറിംഗ്. സോൾഡറിംഗ് പ്രക്രിയയിൽ നിങ്ങൾ ചെയ്തതെല്ലാം നിങ്ങൾ പഴയപടിയാക്കുന്നു. സോൾഡറിംഗ് പോലെ ഡീസോൾഡറിംഗും ഒരു സങ്കീർണമായ പ്രക്രിയയാണ്, കൂടാതെ കുറച്ച് പ്രാവീണ്യവും ആവശ്യമാണ്. ഡീസോൾഡറിംഗ് പമ്പ് അടിസ്ഥാനപരമായി ഒരു ചെറിയ ഉയർന്ന മർദ്ദമുള്ള വാക്വം പമ്പാണ്. സോൾഡർ വലിച്ചെടുക്കാൻ പമ്പ് ഉപയോഗിക്കുന്നതിന് മുൻപ് നിങ്ങൾ സോൾഡർ ചൂടാക്കി ഉരുക്കണം. സോൾഡർ ഉരുക്കുന്നതുവരെ ചൂടാക്കാൻ ഒരു സോൾഡറിംഗ് ഇരുമ്പ് ഉപയോഗിക്കുക. ബൾബ് ഞെക്കുക, അല്ലെങ്കിൽ ഡീസോൾഡറിംഗ് പമ്പിന്റെ പ്ലങ്കർ അമർത്തി ഉരുകിയ സോൾഡറിൽ വയ്ക്കുക. സോൾഡറിനെ വലിച്ചെടുക്കാൻ ബൾബ് റിലീസ് ചെയ്യുക. ചില ഡീസോൾഡറിംഗ് പമ്പുകളിൽ ഒരു റിലീസ് ബട്ടൺ ഉണ്ടായിരിക്കും, അതിനാൽ നിങ്ങൾ ബൾബ് ഞെരുക്കേണ്ട ആവശ്യമില്ല. ഡീസോൾഡർ ചെയ്ത ഘടകങ്ങൾ നീക്കം ചെയ്യുക. നിങ്ങൾ അധിക സോൾഡർ നീക്കം ചെയ്യുന്നതുവരെ അതേ ഘടകങ്ങൾ ആവർത്തിക്കുക.
സോൾഡറിംഗ് പ്രക്രിയയിൽ പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ. ജാഗ്രത. ഒരു സോൾഡറിംഗ് ഇരുമ്പ് ഏകദേശം 400 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കാം. അതിനു നിങ്ങളെ പൊള്ളൽ ഏൽപ്പിക്കാനോ തീപിടിപ്പിക്കാനോ കഴിയും. അതിനാൽ ഇത് ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക. സോൾഡറിംഗ് ഇരുമ്പിന്റെ ലോഹഭാഗം അബദ്ധത്തിൽ പിടിക്കുന്നത് ഗുരുതരമായ പൊള്ളലിന് കാരണമാകും. ഇരുമ്പ് ഉപയോഗത്തിലല്ലാത്തപ്പോൾ അൺപ്ലഗ് ചെയ്യുക. പവർ കോഡ് മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക. വൈദ്യുത ലൈനിൽ സോൾഡറിംഗ് ഇരുമ്പിന്റെ അഗ്രം തൊടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. വൈദ്യുതി കമ്പിയിൽ ചൂടായ ഇരുമ്പ് സ്പർശിച്ചാൽ പൊള്ളലേൽക്കാനും വൈദ്യുതാഘാതമുണ്ടാകാനും സാധ്യതയുണ്ട്. സോൾഡറിംഗ് ഉപയോഗത്തിലില്ലാത്തപ്പോൾ എല്ലായ്പ്പോഴും അതിന്റെ സ്റ്റാൻഡിലേക്ക് തന്നെ തിരികെ വയ്ക്കുക. ഒരു നിമിഷം പോലും നിങ്ങളുടെ വർക്ക് ബെഞ്ചിൽ നിന്ന് സോൾഡർ ഒരിക്കലും താഴെയിടരുത്. നന്നായി വായുസഞ്ചാരമുള്ള സ്ഥലത്ത് പ്രവർത്തിക്കുക. നിങ്ങൾ സോൾഡർ ഉരുക്കുമ്പോൾ രൂപം കൊള്ളുന്ന പുക കൂടുതലും ഫ്ലക്സിൽ നിന്നുമുള്ളതാണ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇത് ശ്വസിക്കുന്നത് ഒഴിവാക്കാൻ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ തല മുകളിലല്ല വശത്തേക്ക് വയ്ക്കുക. സോൾഡറിൽ ഈയം അടങ്ങിയിട്ടുണ്ട്. ഇത് വിഷലോഹമാണ്. സോൾഡറിംഗിന്റെ പ്രയോജനങ്ങൾ. 1. ഇത് ലളിതവും കുറഞ്ഞ ചെലവും വഴക്കമുള്ളതും സാമ്പത്തികവും ഉപയോക്തൃ സൗഹൃദവുമാണ്. അടിസ്ഥാന ലോഹം ഉരുകുന്നില്ല. അതിനാൽ കുറഞ്ഞ താപനിലയുള്ള താപസ്രോതസ് ഉപയോഗിക്കാം. ലോഹങ്ങളല്ലാത്ത ഏത് ലോഹങ്ങളെയും ഈ പ്രക്രിയയിൽ ചേർക്കാം. ജോയിൻ ചെയ്യുന്നതിന് കുറച്ച് സമയം ആവശ്യമാണ്. സോൾഡറിംഗിന്റെ ആയുസ് കൂടുതലായിരിക്കും. സോൾഡർ ചെയ്ത ജോയിന്റ്സ് വിഘടിപ്പിക്കാൻ കഴിയും. ഇത് എളുപ്പത്തിൽ പ്രവർത്തിപ്പിക്കാം. സോൾഡറിംഗ് ഇരുമ്പ് ചൂടാക്കാൻ കുറഞ്ഞ അളവിലുള്ള വൈദ്യുതി മാത്രമേ ആവശ്യമുള്ളൂ. നേർത്ത ഭാഗം കൂട്ടിച്ചേർക്കാം. എളുപ്പത്തിൽ യാന്ത്രിക പ്രക്രിയ. സമാനതകളില്ലാത്ത വസ്തുക്കൾ ചേർക്കാം. സംയുക്ത ഭാഗങ്ങളിൽ താപവികലവും ശേഷിക്കുന്ന സമ്മർദ്ദങ്ങളും ഇല്ല. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കണ്ടക്ടറുകളും ഘടകങ്ങളും തമ്മിൽ സോൾഡർ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടതിന് നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.